കാരണമായ ഗുരുദേവനെയും നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ കാരുണ്യം ഉള്ളതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും എത്തിച്ചേരാൻ കഴിഞ്ഞത്. നമ്മുടെ ഹിന്ദുമതത്തിൽ എത്രയോ ഗ്രന്ഥങ്ങളുണ്ട്. രാമായണം മുതൽ എല്ലാറ്റിൻ്റെയും ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാകാനോ അല്ലെങ്കിൽ ഇതുപോലെ പഠിതാക്കളുടെ സംഗമം ചേരാനോ സാധിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭാഗവതം എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ യഥാസ്വരൂപമായതുകൊണ്ടായിരിക്കാം. അതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചതും ഇങ്ങനെ ഒരു ഗുരു കിട്ടിയതൊക്കെ ജന്മത്തിൽ വളരെ ഭാഗ്യമാണ്. ഇതേപോലെ ആചാര്യസ്ഥാനത്തിൽ നിങ്ങൾക്കും ഉയരാനുള്ള അനുഗ്രഹവും ഭഗവാൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു. സമയമേറെ ആയതുകൊണ്ട് നീണ്ട പ്രസംഗത്തിലൊന്നും ഞാനത് കിടക്കുന്നില്ല. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ 11 കഴിഞ്ഞ് 12ാമത്തെ സപ്താഹം സത്രമായി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഈ വർഷം ഏപ്രിൽ 26-ാം തീയതി മുതൽ നവംബർ 26-ാം തീയതി മുതൽ ഡിസംബർ 6-ാം തീയതി വരെയാണ് അവിടെ നടക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും നേരിട്ട് കണ്ട് ക്ഷണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമയപരിമിതി കാരണം ഇത് നേരിട്ട് ക്ഷണമായി കരുതി ഇവിടെയുള്ള പഠിതാക്കൾ എല്ലാവരും ആ സത്രത്തിലേക്ക് എത്തിച്ചേരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കിതുപോലെ ഈ ഭാഗവതത്തിൻ്റെ എല്ലാ ജ്ഞാനവും അറിവും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.